ജയിൽ അധികൃതരുടെ മുന്നിലൂടെ ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് നടന്നുപോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ജയിൽ ചാട്ടത്തിന് ശേഷം ചാർലി തോമസ് ആദ്യം പോയത് പുതിയ തിരുഭാഗത്തേക്കാണ്. പള്ളിക്കുളത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. ജയിൽ ചാടിയ ചാർലിക്ക് വഴിതെറ്റി റെയിൽവേ സ്റ്റേഷന്റെ എതിർദിശയിലേക്കാണ് ആദ്യം നടന്നത്. വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഈ പുറത്തിറങ്ങിയ ചാർലി തോമസ് നടന്നു പോകുന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ ജനം TVക്ക് ലഭിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു നീക്കമാണ്, ഒരു ശ്രമമാണ് ചാർലി തോമസിനുണ്ടായിരുന്നത്. പക്ഷേ വഴി തെറ്റി, ദിശ തെറ്റി നടന്നു പോകുന്ന ഒരു ദൃശ്യം തന്നെയാണിതല്ലേ? തീർച്ചയായും KP, സ്വാഭാവികമായും ഇയാൾ കണ്ണൂർ നഗരത്തെ പറ്റി അറിയുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഈ ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമിക്ക് കണ്ണൂരിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം ഇയാൾ ജയിൽ ചാടിയതിന് നേരെ 200 മീറ്റർ തൊട്ടടുത്ത് ദേശീയ പാതയാണ് കടന്നു പോകുന്നത്. മംഗലാപുരം ഭാഗത്തേക്കുള്ള നിരവധി നാഷണൽ പെർമിറ്റ് ലോറികൾ ഉൾപ്പെടെ ഈ ഒരു വഴി തന്നെയാണ് കടന്നു പോകുന്നത്. ഏതെങ്കിലും ഒരു വാഹനത്തിന് കൈനീട്ടിയെങ്കിൽ ഇയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നഗരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തത് ഈ ചാർലി തോമസിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന CCTV ദൃശ്യത്തിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഇയാൾക്ക് വഴി അറിയാതെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടതിന് പകരം നേരെ തിരിച്ച് പുതിയതൊരു ഭാഗത്തേക്കാണ് ഇയാൾ പോകുന്നത്. ഈ പള്ളിക്കുളത്ത് എത്തിയപ്പോഴാണ് ഇയാൾക്ക് വഴി തെറ്റിയെന്ന് മനസ്സിലായത്. അവിടെയുള്ളൊരു ഏതൊരു കടക്കാരനോട് ചോദിച്ച ശേഷമാണ് വീണ്ടും തിരിച്ച് കണ്ണൂർ നഗരത്തിലേക്ക് ഇയാൾ നടക്കുന്നത്. 5:55 ഈ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യത്തിൽ കൃത്യമായി ഇയാൾ തലയിലൊരു ഭാണ്ഡക്കെട്ടും വെച്ച് റോട്ടിലൂടെ നടന്നു പോകുന്നതാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷന്റെ എതിർദിശയിലേക്കാണ് നടന്നതെന്ന് മനസ്സിലാക്കി വീണ്ടും തിരിച്ച് അതേ ദിശയിലേക്ക് തിരികെ പോകുന്നത്, അതായത് റെയിൽവേ സ്റ്റേഷന്റെ ദിശയിലേക്ക് തിരികെ പോകുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അതായത് കണ്ണൂർ നഗരത്തെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാതിരുന്നതാണ് ഈ ചാർലി തോമസിനെ എളുപ്പത്തിൽ പിടിയിലാകാനുള്ള പ്രധാനപ്പെട്ട. അതായത് മിഥുൻ, ഈ കണ്ണൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനാണ്, സ്വദേശത്തേക്ക് രക്ഷപ്പെടാനായിരുന്നു ശ്രമിച്ചത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് നടത്തിയിരുന്നത് ചാർലി തോമസ് പോലീസിന് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരുന്നു. അതായത് മിഥുൻ പറഞ്ഞതുപോലെ ഈ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ തന്നെ നേരെ എതിർദിശയത്തിലേക്ക്, ഇവിടെ പുതിയ തെരു ഭാഗത്ത് തൊട്ടടുത്ത ഒരു ചെറിയ ഒരു പട്ടണമാണ്, ആ ഭാഗത്തേക്ക് നടന്നു പോകുന്ന ഒരു ദൃശ്യമാണ്. ഒരു പക്ഷേ ഇതിന് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ഈ സ്ഥലത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു സമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി എവിടെയാണോ പോകാൻ ഉദ്ദേശിച്ചത് അവിടേക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു പോലീസിന്. അതുകൊണ്ട് തന്നെയാണ്, ഈ ദിശ തെറ്റിയത് കൊണ്ട് തന്നെയാണ് എളുപ്പം നാട്ടുകാരുടെ തെരച്ചിലിൽ പോലീസിന് പിന്നാലെയുള്ള ഇടപെടൽ അദ്ദേഹം ഈ പ്രതി പിടിയിലാകുന്നതും, ഈ കൊടും കുറ്റവാളി പിടിയിലാകുന്നതും അല്ലേ? തീർച്ചയായും KP, അത് തന്നെയാണ്. കാരണം ഇയാൾ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ജയിലിൽ നിന്ന് ജയിൽ ചാടിയ ഉടനെ ഇയാൾ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് പോയിരുന്നതെങ്കിൽ ഇയാൾ രാവിലെ ധാരാളം ട്രെയിനുകളുള്ള ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കോ മറ്റെവിടേക്കെങ്കിലോ ഉള്ള ട്രെയിനിന് കയറിയിരുന്നെങ്കിൽ ഏതാണ്ട് 2:30 ഇയാളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്ത് പ്രചരിക്കുന്ന അതേ സമയം കൊണ്ട് തന്നെ ഇയാൾക്ക് അതിർത്തി വിട്ടുപോകാൻ സാധിക്കുമായിരുന്നു. കാരണം അത്രയേറെ ട്രെയിൻ സർവീസുകൾ മറ്റും കണ്ണൂരിൽ നിന്നുണ്ട്. വിവിധ ഭാഗത്തേക്ക്, മംഗലാപുരം ഭാഗത്തേക്കുമുണ്ട്, ചെന്നൈ ഭാഗത്തേക്കുണ്ട്, തിരുവനന്തപുരം ഭാഗത്തേക്കുണ്ട്, അങ്ങനെ വിവിധ ഭാഗത്തേക്ക് ട്രെയിൻ സർവീസ് ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജില്ലയോ സംസ്ഥാനമോ വിട്ടുപോകാൻ സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നഗരത്തെ സംബന്ധിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരുന്നത് ഇയാളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇയാൾ ആദ്യം വന്നത് ജയിൽ ചാടിയതിനു ശേഷം ജയിലിന് മുമ്പിൽ കൂടെ തന്നെയാണ് ഇയാൾ തിരിച്ച് ഈ പുതിയതൊരു ഭാഗത്തേക്ക് പോകുന്നത്. വഴി തെറ്റിയെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ ദിശ തെറ്റിയത് കൊണ്ട് മാത്രമാണ് ചാർലി തോമസിനെ പോലീസിനെ പിടികൂടാൻ സാധിച്ചത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് ജനം TVക്ക് ലഭിച്ചത്. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ